നമസ്കാരം. ലോക പോലീസ് നടിച്ച് ലോകത്തിനെ മുഴുവൻ വിരൽത്തുമ്പിൽ നിർത്തും എന്ന് അഹങ്കരിച്ച് നടന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അയാളുടെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ അടിയാണ്, തിരിച്ചടിയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ലോകത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും ഒരു രാജ്യത്തിനെയും സപ്പോർട്ട് കിട്ടാതെ അവസാനം ഗത്യന്തരമില്ലാതെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കണം 5 ദിവസത്തേക്ക്. പറയുന്നത് ഇറാനുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വെടിനിർത്തൽ തീരുമാനിച്ചത്, ചർച്ച നടത്തി, അബ്ബാസ് അരാഗ്ചിയുമായി ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത്. അബ്ബാസ് അരാഗ്ചി പറയുന്നത് അങ്ങനെ സംഭവം നടന്നിട്ടില്ല. മാത്രമല്ല, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറല്ല. യുദ്ധം നിർത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? നമുക്ക് നോക്കാം. അതിന് ചില കണ്ടീഷൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, ഞങ്ങളായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറി അടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സകല നഷ്ടത്തിനും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം. പിന്നെ ഇനി മേലാൽ ഞങ്ങളുടെ കാര്യം ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ പരമാധികാരത്തന്മ കയറി തോണ്ടാൻ വരരുത്. ഇനി മേലിൽ ഒരു മനുഷ്യനും കയറി വരരുത്. നമ്മളായിട്ട് അങ്ങോട്ട് ആരും കയറി വരൂല. ഇന്നലെ വന്നിട്ടുമില്ല, ഇനിയോട്ട് വരെയുമില്ല. അത് മാത്രമല്ല, ഇവിടെ കുറെ യുറേനിയം ഉണ്ട്. അത് സമ്പുഷ്ടീകരിക്കണോ, ആണവായുധം ഉണ്ടാക്കണോ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അല്ല, നിങ്ങൾ കയറി തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടെ മണ്ടയിൽ വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഇടുകയും ചെയ്യും. അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ വാ, വെടി നിർത്തിയിട്ട് ഇങ്ങോട്ട് ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചെന്ന് അഗ്രിമെന്റ് ഒപ്പിടാൻ വരികയാണെങ്കിൽ നമ്മൾ നോക്കാം. അല്ലാതെ ഇടയ്ക്കൊരു വെടി നിർത്തേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഞങ്ങൾ ഒരു കാലത്തും ഒരു രാജ്യത്തെയും എവിടെയും അങ്ങോട്ട് കടന്നു കയറി ആക്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ മേൽ കടന്നു കയറി അക്രമം നടത്തിയിട്ടുള്ളവരെ ഇപ്പോ പ്രത്യേകിച്ചും ഞങ്ങളുടെ പരമോന്നത നേതാവിനെ നിങ്ങൾ വധിച്ചു. ഒന്നും അറിയാത്ത 100-200 കുട്ടികളുണ്ട്. ആദ്യ ദിവസം തന്നെ നിങ്ങൾ ചുട്ടരിച്ചു. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ ഞങ്ങൾ അടങ്ങിയിരിക്കുമെന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേട്ട് വെടി നിർത്തുമെന്നാണ് നിങ്ങൾ കരുതിയേക്കണേ? അതിന് വെച്ചോളം അങ്ങ് വാങ്ങി വെച്ചേക്കുകയായിരുന്നു. അതായത് ഇറാൻ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ അവസാനത്തെ ആൾ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കും. ആ പ്രതിരോധം നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള തിരിച്ചടികളായിട്ടായിരിക്കും ലഭിക്കുക. അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്. ഞങ്ങളായിട്ട് ഇനി നിർത്താൻ വരുന്നില്ല. ഞങ്ങൾക്ക് വെടിനിർത്തലില്ല. നിങ്ങൾ വെടിനിർത്തേ നിർത്താതിരിക്കേ നിങ്ങൾ ഓടെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അത് വാങ്ങാൻ നിങ്ങൾ തയ്യാറായിക്കോ എന്നാണ്. ഇവിടെ ഒന്ന് കടന്നു കയറി ഒന്ന് പൊട്ടിച്ചാൽ 2 തിരിച്ചു പൊട്ടിക്കും. അത് അതിപ്രഹരശേഷിയായിരിക്കും. ശരിയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വരുന്ന ഏതാണ്ട് 10-25 ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട് ഇതുവരെ ഇസ്രായേലിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ സഹിക്കാൻ പറ്റൂല. അത്രത്തോളം ഭീകരമാണ്. ഇറാന്റെ അവസ്ഥയും മോശമൊന്നുമല്ല. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും കൂടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് ചില്ലറ നാശനഷ്ടമൊന്നുമല്ല. ശവപ്പറമ്പാക്കി മാറ്റിക്കളഞ്ഞു, അല്ലെങ്കിൽ ചാരക്കൂമ്പാരങ്ങളാക്കി മാറ്റിക്കളഞ്ഞു ഇറാന്റെ ചില ഭാഗങ്ങളെ, ടെഹ്റാന്റെ ചില ഭാഗങ്ങളെയൊക്കെ. ആ രീതിയിൽ വലിയ അതിക്രമമാണ്. ആൾനാശം, ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. പക്ഷെ ഒരു പ്രത്യേകത ഉള്ളത്, ഇറാൻ ആൾക്കാർ കൊല്ലപ്പെടുമ്പോൾ ഇത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് അവർ പറയുന്നുണ്ട്. അയതുല്ല ഖംനൈ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് ആദ്യം സ്ഥിരീകരിച്ചത് ഇറാനാണ്. പക്ഷെ ഇസ്രായേലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതവർ സ്ഥിരപ്പെടുത്തുന്നില്ല. മാത്രമല്ല, അവരത് പുറത്തു പറയുന്നില്ല. ചിത്രങ്ങളും ഇല്ലായിരുന്നു. ഏകദേശം 10-20 ദിവസം ഒരു ചിത്രമോ അല്ലെങ്കിൽ അവിടുത്തെ വീഡിയോ ദൃശ്യങ്ങളോ പുറത്തു വന്നില്ല. അവസാനം ഗത്യന്തരമില്ലാതെ ഇസ്രായേലിന് മറ്റു ലോക രാജ്യങ്ങളോട് സഹായം ചോദിക്കേണ്ടി വന്ന സന്ദർഭത്തിലാണ് ഈ ദൃശ്യങ്ങളും വാർത്തകളും പുറത്തുപോയത്. അവിടുത്തെ ആ ബുദ്ധിമുട്ടും അവിടുത്തെ ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പുറലോകം അറിഞ്ഞത്. മറ്റേത് 12 പേർക്ക് പരിക്ക്, 8 പേർക്ക് പരിക്ക്, 2 പേർ മരിച്ചു, ഇങ്ങനെയൊക്കെയായിരുന്നു കണക്ക്. പക്ഷെ അതല്ല, ആയിരക്കണക്കിന് പേർ ഇസ്രായേൽ കൊല്ലപ്പെട്ടു, 10,000-കണക്കിന് പേർക്ക് അവിടെ പരിക്കുണ്ട് എന്നാണ് പറയുന്നത്. അത്രത്തോളം ഭീകരമായ താണ്ഡവമാണ് ഇസ്രായേലിൽ ഇറാൻ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത്. അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച ഒരു ഭരണാധികാരി, അതിലേറെ ലോക പോലീസിൽ നിന്ന് വീമ്പിളക്കുന്ന മറ്റൊരു ഗുണ്ടാത്തലവനെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് തുടങ്ങി വെച്ചതിന്റെ ഒരു ഫലമാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ട്രംപ് എന്താ കരുതിയത്? വെനിസ്വേലയിൽ കയറി കൂത്താടിയതുപോലെ, അവിടുത്തെ ഭരണാധികാരിയെയും ഭാര്യയും പിടിച്ചുകൊണ്ടുപോയി തടവിൽ വെച്ചിരിക്കുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ഇറാനിൽ കയറി അങ്ങ് ചെയ്യാമെന്ന് കരുതി. 4 ദിവസം കൊണ്ട്, മുമ്പ് ഇറാഖിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഇറാഖിൽ 4 ദിവസം കൊണ്ട് സദ്ദാമിന്റെ കാര്യം തീരുമാനമാക്കി. ഇറാനുമായി 8 വർഷം യുദ്ധം ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാഖ് എന്ന് മനസ്സിലാക്കണം. ആ 8 വർഷത്തെ യുദ്ധ പാരമ്പര്യം ഉണ്ടായിട്ട് കൂടി 4 ദിവസം കൊണ്ട് സദ്ദാം ഹുസൈനെ തീരുമാനമാക്കി ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അവിടെ അമേരിക്കയുടെ പരിധിയിലാക്കാൻ അമേരിക്കയ്ക്ക് അന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ 4 ദിവസം കണക്ക് കൂട്ടി തന്നെയാണ് ഇറാനിൽ കയറി അടിച്ചത്. പക്ഷേ ഇറാനിൽ കയറി അടിച്ചു തുടങ്ങിയപ്പോഴാണ് തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്നും ഇറാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ലോകരാജ്യത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. അവസാനം എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ഇടപാടങ്ങൾ തൊട്ടാൽ, ഞങ്ങളുടെ വൈദ്യുത വിതരണ ശൃംഖലകൾ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കത്തിക്കും, മുഴുവൻ കത്തിക്കും. ട്രംപ് പേടിച്ചു മൂത്രമൊഴിച്ചു പായൽ മുള്ളി എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് 5 ദിവസത്തെ വെടിനിർത്തൽ. പച്ചയ്ക്ക് പറഞ്ഞാൽ ആയുധം വെച്ച് കീഴടങ്ങുന്നു. അതായത് തോറ്റു എന്ന് പറയാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാനുമായി ചർച്ച നടത്തി ഞങ്ങളത് വെക്കുന്നു, അങ്ങനെയാണ് പറയല്.
ഇപ്പോൾ ഇന്ത്യയുടെ മേലും പറയും നിങ്ങൾ ഒരു മാസത്തേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കോളൂ. അതുപോലെ ഇറാന്റെ എണ്ണ ഞങ്ങൾ ഒരു മാസത്തേക്ക് കൂടി വിൽക്കാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു. ഹോർമൂസ് കടലെടുക്കെന്ന് പറഞ്ഞാൽ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചുട്ടരിക്കും എന്ന് പറഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ഈ ആയുധം വെച്ചിൽ കീഴടങ്ങൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ചെയ്യേണ്ടി വരുന്നത് എന്നത് ഇറാന്റെ തിരിച്ചടി എത്രത്തോളം മാരകമാണ്, അല്ലെങ്കിൽ ഇറാന്റെ ഭീഷണി എത്രത്തോളം മാരകമാണ് എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രംപ് ഓരോന്ന് പറയുന്നു, ഭീഷണി മുഴക്കുന്നു, യുദ്ധം നിർത്തിയെന്ന് പറയുന്നു, അടുത്ത നിമിഷം അടിക്കുന്നു, ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പല തള്ളലും തള്ളിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇറാൻ ആകട്ടെ പറയുന്നത് അപ്പപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് അമേരിക്ക വിരളി പിടിപ്പിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുമ്പോൾ അമേരിക്കയിലെ ഫൈറ്റർ ജെറ്റുകൾ, അതും അത്യന്തം സുരക്ഷിതമായി ഇന്നുവരെ യാതൊരു പോറലുമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഫൈറ്റർ ജെറ്റുകളെല്ലാം നിലംപരിശാകുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തു, അവരുടെ ആയുധ ശേഖരങ്ങളെല്ലാം തകർത്തു എന്ന് പറയുമ്പോഴും എവിടെ നിന്നാണ് ഈ മിസൈലുകൾ? അതും പുതിയ പുതിയ മിസൈലുകൾ, മുമ്പ് വന്നതുപോലെയുള്ളതല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പൊ ഡാൻസ് കളിക്കുന്നത്, ഓടുന്നത്, ചാടുന്നത്, ഏതൊക്കെ വിധത്തിലുള്ളതാണ് വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ അതിന് തൊടാൻ പറ്റുന്നില്ല, മറ്റു പ്രതിരോധ സംവിധാനങ്ങൾ കാണുന്നില്ല. അതായത് എന്തിനധികം അലാം പോലും അടിക്കുന്നില്ല. അതായത് മിസൈൽ വന്നു വീണ് പൊട്ടിക്കഴിയുമാണ് അറിയുന്നത്. അവസാനം സംഭവിച്ചത് എന്താ? ഇസ്രായേലിന്റെ വൻ ആണവായുധ ശേഖര ഡിമോണയുടെ ഒരു ഭാഗം അങ്ങോട്ട് കത്തിച്ച് ചാമ്പലാക്കുന്നതോടുകൂടി ഇറാൻ എന്താണ് എന്ന് അമേരിക്ക മനസ്സിലാക്കണം, ഇസ്രായേൽ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇത്തരത്തിലൊരു രാജ്യത്തിന് പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുന്നത്? അതായത് തങ്ങളുടെ രാജ്യം വിജയിക്കണം, എന്നിട്ട് തങ്ങളുടെ ജനത്തെ സംരക്ഷിക്കണം, മുഴുവൻ ജനങ്ങളെയും പിടിച്ചു നിർത്തണം എന്നുള്ളൊരു സങ്കല്പമൊന്നും ഇറാനെ സംബന്ധിച്ചില്ല. ഞങ്ങൾ ആത്മാഭിമാനികളാണ്, ഞങ്ങൾ അടിച്ചു ചാവാൻ തയ്യാറാണ്, ഒന്നുകിൽ ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കും, ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കും, അല്ലാതെ നിങ്ങളുടെ അടിമപ്പണിക്ക് എടുക്കാൻ ഞങ്ങളില്ല, നിങ്ങളുടെ അധീനത്തിലേക്ക് ഞങ്ങൾ വരില്ല, ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല, ഞങ്ങൾ പൊരുതി മരിക്കും. ഇങ്ങനെ നിൽക്കുന്ന ഒരു ജനത, അതായത് തോറ്റാലും കുഴപ്പമില്ല, ഞങ്ങൾ ജയിക്കുന്നതുവരെ ഞങ്ങൾ പണിയെടുക്കും, അവസാനത്തെ ആൾ വരെ ഞങ്ങൾ പോരാടും എന്ന് ശപഥം ചെയ്തു നിൽക്കുന്ന ഒരു ജനതയുടെ മേൽ ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ ഭീഷണി മുടക്കിയിട്ട് എന്ത് സംഭവിക്കാനാണ്? നോക്കൂ, യൂറോപ്യൻ യൂണിയന് പോലും ഇപ്പോൾ ട്രംപിനെ പിന്തുണയ്ക്കുന്നില്ല. ട്രംപ് എത്ര തവണ ആജ്ഞാപിച്ചു, അപേക്ഷിച്ചു, നിങ്ങൾ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ നിങ്ങൾ പങ്കാളിയാകണം, ഹോർമൂസ് കടലെടുക്ക് സ്വതന്ത്രമാക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് നിങ്ങൾ കടക്കണം. ആരെങ്കിലും ട്രംപിന്റെ വാക്ക് കേട്ടോട്ട് ചെന്നോ? ട്രംപ് ആജ്ഞാപിച്ചിട്ട് പോലും ഒരൊറ്റ രാജ്യം പോലും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ ട്രംപ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം, എങ്ങനെ ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, അതിന്റെ ഭരണാധികാരി ഈ ലോകത്ത് തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് അവർക്കുണ്ടാക്കിയിരിക്കുന്ന ക്ഷീണം, എത്രത്തോളമാണ് ട്രംപിൽ ഉണ്ടാക്കുന്ന ആശങ്ക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അമേരിക്കൻ സൈനിക ബേസുകൾ GCCയിലെ ഗൾഫ് രാജ്യങ്ങളിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ഇറാന് ഭീഷണിയായി കൈകാര്യം ചെയ്യുന്ന അവർക്കറിയാം. സ്വാഭാവികമായിട്ടും ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്കോ വൈദ്യുത ശൃംഖലകൾക്കോ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള മിസൈൽ ആക്രമണങ്ങളോ ബോംബാക്രമണങ്ങളോ ഉണ്ടായാൽ അതിന്റെ തിക്തഫലം അമേരിക്കയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളുടെ സമാന സംഭവങ്ങൾക്കായിരിക്കും എന്ന് പറയുമ്പോഴാണ് ഇറാന്റെ ആ ഒരു ധൈര്യം മനസ്സിലാക്കുന്നത്. ഞാൻ രക്തച്ചൊരിച്ചിലിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഒരിക്കലും. ഒരു രാജ്യത്ത് കടന്നു കയറി അവരുടെ പരമാധികാരത്തെ ചൊറിഞ്ഞ് അവരുടെ പരമാധികാരിയെ കൊന്ന് ആ രാജ്യത്തെ അരക്ഷിതപ്പെടുത്താൻ നിൽക്കുന്ന ഒരു അവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താ ഇപ്പൊ സംഭവിച്ചത്? അമേരിക്കയിലേക്ക് സമ്പത്ത് കൊടുത്തുകൊണ്ടിരുന്ന, അതായത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന, അമേരിക്കയിലേക്ക് സമ്പത്ത് ഒഴുക്കിക്കൊണ്ടിരുന്ന രാജ്യങ്ങളെ മുഴുവൻ പിണക്കി. എന്നിട്ടോ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ, ആ ജനങ്ങളിൽ വലിയൊരു ഭൂരിഭാഗത്തെ പോലും പിണക്കി. ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ്, നവംബറിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോ ട്രംപിന്റെ പാർട്ടി അക്കം തൊടില്ല എന്ന കാര്യത്തിൽ ഇപ്പൊ തന്നെ തീരുമാനമായിരിക്കുകയാണ്. സ്വാഭാവികമായും ട്രംപിന് ഭരണം നഷ്ടപ്പെടും. അതായത് ട്രംപ് എന്ന ആ ഒരു ലോക നേതാവ് എന്ന് ചമഞ്ഞു നിൽക്കുന്ന ആ അഹങ്കാരിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇറാനെ തൊട്ടതോടുകൂടി ഇല്ലാതായിരിക്കുന്നു, അണഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് വെടിനിർത്തൽ, എങ്ങനെയൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ഒന്ന് നിർത്തിയിട്ട് പോകാൻ ശ്രമിക്കാതിരിക്കുക? അമേരിക്ക വന്ന് രക്ഷിക്കുമെന്ന് കരുതിയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളെ ജനങ്ങളിൽ മുഴുവൻ ബുദ്ധിമുട്ടില്ല. ഓരോ ബേസ് സ്ഥാപിച്ചു കൊടുക്കുമ്പോൾ പറയുന്നത് എന്താ? നിങ്ങളുടെ രാജ്യത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഞങ്ങളുണ്ട്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന്. ഇന്ന് ഇറാൻ ഓരോന്നങ്ങോട്ട് തൊടുത്തു വിടുമ്പോൾ അമേരിക്ക മൈൻഡ് ചെയ്യുന്നില്ല. അമേരിക്കയ്ക്ക് തന്നെ തങ്ങളുടെ സ്വന്തം ആയുധങ്ങളും സ്വന്തം എയർക്രാഫ്റ്റുകളും സംരക്ഷിക്കാൻ കഴിയുന്നില്ല. സ്വന്തം കൂട്ടുകാരനായ ഇസ്രായേലിനെ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഇസ്രായേലിനെ ഒരു വഴിക്കിട്ടിട്ട് ട്രംപ് മുങ്ങുന്ന കാഴ്ചയാണ് പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇസ്രായേൽ പറയുന്നുണ്ട്, ഞങ്ങൾ അടിക്കും, നിങ്ങൾ ഇനി വന്നില്ല എന്നുണ്ടെങ്കിലും, അതായത് അമേരിക്കന് പിന്മാറിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അടിക്കും. അതായത് ഇസ്രായേലിന്റെ സർവനാശം കണ്ട് മാത്രമേ ഇസ്രായേലിന്റെ ഭരണാധികാരികൾ നിൽക്കൂ എന്നുള്ളൊരു വാശിയായിരിക്കും അവർക്കൊന്നും തോന്നുന്നുണ്ട്. കാര്യം അത്രത്തോളം നാശനഷ്ടങ്ങൾ
അവരും ചക്കക്കുരു പോലെയുള്ള ഒരു ചെറിയൊരു പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾക്കൊക്കെ ഇടയിലാണ് അവസാനം ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഞങ്ങളത് ഇറാനുമായി അബ്ബാസ് അരാക്ചിയുമായി സംസാരിച്ചു, വിദേശകാര്യമന്ത്രിയായിട്ട് സംസാരിച്ചു, ഞങ്ങൾ വെടിനിർത്താണ്, അമേരിക്ക വെടിനിർത്താണ്. അബ്ബാസ് അരാക്ചി പറയുന്നത് എന്താണ്? യാതൊരു കാരണവശാലും അത്തരത്തിലൊരു വെടിനിർത്തൽ ഇല്ല, യുദ്ധം മാത്രമേ നിർത്തലുള്ളൂ, ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല, ഞങ്ങൾ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്തു, ചിലത് ആജ്ഞാപിച്ചു നോക്കി, ചിലത് അപേക്ഷിച്ചു നോക്കി, പല രീതിയിൽ പറഞ്ഞു നോക്കി, അതിനൊന്നും ഇറാൻ വഴങ്ങുന്നില്ല. ഇറാന്റെ നിലപാട്, ഇറാൻ ആദ്യം എന്ത് പറഞ്ഞോ അതേ നിലപാടിൽ പോകുന്നൊരവസ്ഥ. അതായത് നിങ്ങൾ തുടങ്ങരുത് എന്ന് ഞങ്ങൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾ തുടങ്ങിയാൽ പിന്നെ എങ്ങനെ എവിടെ നിർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. ഇപ്പോ ഇറാന്റെ വഴിക്ക്, അല്ലെങ്കിൽ ഇറാൻ പറയുന്നത് കേൾക്കേണ്ട ഒരു ഗതികേടിലേക്ക് വടി കൊടുത്ത് അടി വാങ്ങിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. Different angles. Don't forget to subscribe and support this channel.